ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടില്ല, എന്നാൽ വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ചിക്കനാണ്. ഇതെന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഈ ചിക്കൻ ഉണ്ടാകാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. അപ്പോൾ 1 കിലോ ചിക്കന് നമുക്ക് ഏകദേശം ഒരു 250 ഗ്രാം ചെറിയുള്ളി ആവശ്യമുണ്ട്. ചെറിയുള്ളി എത്ര ഇട്ടാലും നല്ലതാണ്, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ചെറിയുള്ളി പൊളിക്കാനൊക്കെ പാടാണെന്നുണ്ടെങ്കിൽ തലേ ദിവസമേ എടുത്ത് വെള്ളത്തിലിട്ടാൽ മതി. രാവിലെ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. ഇത് ചെറുതായിട്ട് നമുക്ക് ചതച്ചെടുക്കണം. അപ്പം ഇതേപോലൊരു കല്ലിലിട്ട് നമുക്ക് ചതച്ചെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ബൗളിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരിക്കലും പേസ്റ്റ് ആക്കി എടുക്കരുത്, നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ചതച്ച വറ്റൽമുളക്, ക്രഷ്ഡ് ചില്ലി എന്ന് പറഞ്ഞ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതായാലും മതി. വാങ്ങിക്കുമ്പം നല്ല വറ്റൽമുളക് തന്നെ നോക്കി വാങ്ങിക്കണം. അപ്പം അതൊരു 4 ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത്, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂണ്. പിന്നെ എരി കുറവ് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ മതിയാകും. പിന്നെ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ചിക്കന് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതേപോലെ ചതച്ചെടുക്കുക ചെറിയുള്ളിയൊക്കെ. ഞാനിങ്ങനെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഒരിക്കലും പേസ്റ്റ് പോലെ അരഞ്ഞിട്ടില്ല, ഈ രീതിയിൽ ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലവണ്ണം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയുള്ളി നല്ലോണം വഴറ്റണം. ഒരു ബ്രൗൺ കളറായ ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചതച്ച വറ്റൽമുളക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ മസാലയൊന്നും ഇതിൽ ചേർക്കേണ്ടത്. നമ്മൾ യൂഷ്വലി ചിക്കന് ചേർക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഗരം മസാല, അതൊന്നും ഈ കറിയിലേക്ക് നമുക്ക് ആവശ്യമില്ല. നല്ല ഡ്രൈ ആയിട്ടാണ് ചിക്കൻ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. നന്നായിട്ട് അത്യാവശ്യം ഒരു കളറ് മാറി തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഒരു 3.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് നോക്കിയിട്ട് വേണം ബാക്കിയും കൂടി ചേർക്കാൻ. ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി, ടോട്ടൽ 4 ടേബിൾ സ്പൂണാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ എരിവ് ഇത്രയും വേണ്ടാന്ന്, ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ എരിവ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ വറ്റൽമുളക് എടുക്കുമ്പോൾ നല്ല വറ്റൽമുളക് നോക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കറിക്കൊരു കളറ് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നല്ല വറ്റൽമുളക് നോക്കിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവണം ഇത്. അല്ലാതെ ഇതിൻ്റെ മസാലയുടെ മൂപ്പ് അനുസരിച്ചിരിക്കും നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ആണെങ്കിൽ ഇതിൽ എന്താ പറയുക, കളറ് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചിക്കൻ ഇടുന്ന സമയത്താണെങ്കിൽ നമുക്കൊരല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ വറ്റൽമുളകിന് അധികം കളറില്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മസാല ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അടിക്ക് പിടിക്കും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. പക്ഷേ ചട്ടിയിലൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. മസാല നല്ലവണ്ണം മൂത്ത് ഒരു കുഴഞ്ഞ പരുവം, അല്ലാതെ ഒരു കിലിക്കില സൗണ്ട് കേൾക്കുന്നിടം വരെ ആണെങ്കിൽ നമുക്കിത് വഴറ്റിക്കൊണ്ടേയിരിക്കാം. എന്നിട്ട് വേണം ചിക്കൻ അതിലേക്ക് ചേർക്കാൻ. ഇവിടെ മസാലയാണെങ്കിൽ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ എപ്പോഴും ഇതിലേക്ക് ചേർക്കുമ്പോഴാണെങ്കിൽ ഒരു ചില്ലി ചിക്കൻ്റെ പരുവത്തിൽ ആ ഒരു ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ മസാലയൊക്കെ നല്ല ഉള്ളിലേക്ക് പിടിക്കുകയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കുകയും ചെയ്യും. കഴിവതും ചെറിയ പീസസ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതും ഒരല്പം വലിപ്പമുള്ള പീസാണ്. എന്നാൽ ഇതിലും ചെറുതിട്ടാലും നല്ല ടേസ്റ്റാണ്. ഇത് നല്ല മൂത്ത് വരുമ്പോഴാണെങ്കിൽ നമുക്ക് ചുമ്മാ പെറുക്കി കഴിക്കാൻ ഒക്കെ നല്ലതാണ്. ഇത്ര ടേസ്റ്റാണ് ഈ ചിക്കന്. അപ്പോൾ ഈ മസാലയെല്ലാം നല്ലോണം മിക്സ് ചെയ്തു. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ ചിക്കനിലേക്ക് ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ എനിക്ക് കളറ് കുറച്ച് കുറവായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാനൊരല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുവാണ്. ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാനൊരു കളറിന് വേണ്ടി, ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. എരി വന്നാൽ ഒട്ടും കൂടത്തുമില്ല.
എന്നിട്ടാണെങ്കിൽ നമുക്ക് ഈ ചിക്കന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്കാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ആ വെള്ളത്തിലാണ് ചിക്കൻ വേവേണ്ടത്. അപ്പോൾ എപ്പോഴും ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ചിക്കന് വേവിച്ചെടുക്കാൻ. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളം അല്പം പോലും ചേർത്തിട്ടില്ലെങ്കിൽ പോലും ചിക്കനിൽ നിന്നുള്ള വെള്ളം ആവശ്യത്തിൽ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ മസാല ഉണ്ടാക്കുമ്പോഴും ആണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാല ഉണ്ടാക്കരുത്. എപ്പോഴും ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല ഇതിൻ്റെ തയ്യാറാക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്നുകൂടി അടച്ചിട്ട് നമുക്കിത് നല്ലവണ്ണം വേവിച്ചെടുക്കാം. നമുക്ക് 8 മിനിറ്റോളം ഏകദേശം ഇത് അടച്ചിട്ട് നമ്മൾ വേവിച്ചു. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടി തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ചിക്കൻ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ചു. എന്നാൽ ചിക്കനിൽ നിന്നുള്ള വെള്ളം കുറച്ചും കൂടി വറ്റാനുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലല്ല നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത്. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കളറൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് അടുപ്പിലിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ചിക്കനും ആ മസാലയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. എന്നാൽ മാത്രമേ ആ ചിക്കൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കനിലാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിലും എടുത്ത് കഴിക്കാവുന്നതാണ്. പക്ഷേ ഞാനിത് കുറച്ച് നേരം കൂടി അടുപ്പിലിട്ട് ഇങ്ങനെ വഴട്ടി അത് നല്ല ഒരു ബ്രൗൺ കളറാകും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഈ ചിക്കൻ്റെ ഒരു മസാല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അത്ര ടേസ്റ്റാണ്. പലർക്കും ഡൗട്ട് തോന്നും ഇതിൽ മസാലയൊന്നും ചേർക്കാതെ ടേസ്റ്റ് എന്തെങ്കിലും കുറവുണ്ടെന്ന്. ഒട്ടും ടേസ്റ്റ് കുറവുണ്ടാവില്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പം ഇത് കുറച്ച് നേരം കൂടി ആണെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ കിടന്നു കഴിയുമ്പോൾ അത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരും. ഇപ്പോൾ തന്നെ കണ്ടോ, അതിൻ്റെ കളറൊക്കെ നല്ലവണ്ണം മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റണില്ല. പക്ഷേ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സും കൂടി അടുപ്പിലിട്ട് ഇങ്ങനെ ഇളക്കിയാണ്. ഇപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. മസാലയൊക്കെ മൂത്തിട്ട് നല്ലൊരു മണമാണ് വരുന്നത്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ശരിക്കും നല്ല ടേസ്റ്റാണ് ഈ ചിക്കന്. നമ്മൾ സാധാരണ ചേർക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഇതിനൊരു ടേസ്റ്റ് എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ യാതൊരു കോംപ്രമൈസും ഇല്ല. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ സൈഡിലൊക്കെ ഇത് ചിക്കൻ ചിന്താമണി എന്ന പേരിലാണ് അറിയുന്നത്. അവരത് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണം. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് റെഗുലറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.